തൊഴിലാളി ദിനം ആചരിക്കുന്ന ഒരു ദിവസമാണ് മെയ് 1. ലോകത്തെമ്പാടും തൊഴിലാളി ദിനമായിട്ടാണ് ഈ ദിവസത്തെ അനുസ്മരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് 56.2 കോടി ജനങ്ങളും തൊഴിലാളികളാണ്. ഒരു രാജ്യത്തിനെ അതിൻ്റെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഏറ്റവും പങ്കുവഹിക്കുന്ന ഒരു വിഭാഗമാണ് തൊഴിലാളികൾ. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കൃഷിയാണ് പ്രധാനമായ തൊഴിൽ. പകുതിയോളം വരുന്ന ജനങ്ങളും കൃഷിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തൊഴിലുകളാണ് ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ദിവസം ലോകത്ത് ആചരിക്കുമ്പോൾ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് പുരോഗതി എത്രയുണ്ട് എന്നും തൊഴിലിടങ്ങളിൽ അവർ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വളരെ അധികമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. കൃഷി എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു തൊഴിലാണെങ്കിൽ കാലഘട്ടത്തോട് യോജിച്ചുള്ള വിദ്യാഭ്യാസങ്ങളും കണ്ടെത്തലുകളോട് ചേർന്ന് നിന്നുള്ള തൊഴിലുകളും പുതിയ തലമുറയിൽ കടന്നു വരുന്നുണ്ട് എങ്കിലും അത് നമ്മുടെ കേരളത്തിൽ ഏറെക്കുറെയൊക്കെ ടച്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലുള്ള സംസ്ഥാനങ്ങളിലൊന്നും വേണ്ട രീതിയിൽ ഇത്തരം സാങ്കേതിക വിദ്യകളിലുള്ള വിദ്യാഭ്യാസങ്ങൾ ജനങ്ങളിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽ കൃഷിയുമായി ബന്ധപ്പെട്ടാണ് പകുതിയോളം വരുന്ന ജനതയും ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഈ ആളുകൾക്ക് മുഴുവനും കൃത്യമായി അവരുടെ വേതനം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ വേതനം കൃത്യമായി ലഭിക്കുന്നില്ല എന്നാണ് പഠനങ്ങളും റിപ്പോർട്ടുകളും നമ്മോട് പറയുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് പുറത്തുവിട്ടു. 1995 മുതൽ 2014 വരെയുള്ള അതിനിടയിലുള്ള സമയത്ത് കർഷകർ ആത്മഹത്യ ചെയ്തത് എത്രയെന്ന് ചോദിച്ചാൽ 2,96,438 പേരാണ് ആത്മഹത്യ ചെയ്തത്. ഇതെന്തിന്റെ പേരിലാണ്? അവർ അധ്വാനിച്ച അധ്വാനത്തിന്റെ വേതനം അവർക്ക് ലഭിച്ചില്ല, അതല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച ലാഭം ലഭിച്ചില്ല, നഷ്ടം വന്നുപോയി. മുതലാളിത്ത മേൽക്കോയ്മയുടെ അധികാരത്തിന്റെ പിറകിൽ അധ്വാനിച്ച് വേർപ്പ് ഒഴുക്കിയ മനുഷ്യർ അതിനടിയിൽപ്പെട്ടുപോയി എന്നുള്ളതാണ് ഇതിലുള്ള വിഷയം. വിശുദ്ധ ഇസ്ലാം നേരത്തെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു വലിയ സന്ദേശമുണ്ട്. ആയത്തുൽ നജീറ അജ്റഹു ഖബ്ല അൻ യുജിഫ അറഖഹു. ഒരു മനുഷ്യൻ അധ്വാനിച്ച് അദ്ദേഹത്തിന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് നിങ്ങൾ അതിന്റെ കൂലി നൽകണമെന്നാണ് ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ മുതലാളിക്ക് തൊഴിലാളിയോടുള്ള ബാധ്യതകളും തൊഴിലാളിക്ക് മുതലാളിയോടുള്ള ബാധ്യതകളും എല്ലാം മറന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം. ആര് എന്ന് മനസ്സിലാകുന്നില്ല. പരസ്പരം എങ്ങനെയാണ് ബാധ്യതകളും കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും എന്ന് മറന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ മതത്തിന്റെ വേലിക്കെട്ടുകളിൽ നിന്ന് പുറം ചാടി സ്വന്തമായ ചില തീരുമാനങ്ങളും
സ്വന്തമായി ചില ആശയങ്ങളും ജീവിതത്തിലേക്ക് കടത്തിക്കൂട്ടിയപ്പോഴാണ് ഇങ്ങനെ ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്നത്. ബാപ്പയാരാണെന്നോ ഉമ്മയാരാണെന്നോ അതല്ലെങ്കിൽ ജ്യേഷ്ഠനും അനുജനും സഹോദരങ്ങളും ആരാണ് എന്നോ മനസ്സിലാക്കാൻ പറ്റാത്ത കഴിയാത്ത ഒരു തലമുറ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം ഈ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ അപകടങ്ങളും കണ്ണു തുറിച്ച് ശ്വാസം വലിച്ചു പിടിക്കേണ്ട ചില വാർത്തകളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പൊടുന്നനെയുള്ള അപകടത്തിന്റെ വാർത്തകൾ നമ്മൾ വായിച്ചു, മരണങ്ങൾ നമ്മൾ അറിഞ്ഞു. പാമ്പ് കടിയേറ്റും അല്ലെങ്കിൽ അപകടങ്ങളിൽപ്പെട്ടും എല്ലാം ആളുകൾ മരിച്ചതും മനുഷ്യനെ ഭീതിയിലാഴ്ത്തുന്ന വാർത്തകളും ഈ അടുത്ത ദിവസങ്ങളിലായി നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മനുഷ്യനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള ചില വാർത്തകൾ വന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഈ സംഭവങ്ങളെല്ലാം അപകടങ്ങളിലൂടെ വന്നു ചേരുന്നതാണെങ്കിൽ മനുഷ്യന്റെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ചില വാർത്തകൾ ഇവിടെ വന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. കണ്ണൂർ ജില്ലയിലെ താണിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് 25-കാരനായ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം അമ്മയെ കഴുത്തറുത്ത് കൊല്ലുകയാണ്. ബാംഗ്ലൂരിലേക്ക് പഠനത്തിന് വേണ്ടി പറഞ്ഞയച്ച മകൻ തിരിച്ചു വന്ന് അമ്മയുടെ കഴുത്തറുത്ത് കൊല്ലുകയാണ്. കൊന്നിട്ടവന്റെ കലി തീർന്നിട്ടില്ല. അവന്റെ അടുത്ത വർത്തമാനം എന്താണ്? ഇനി എനിക്ക് അച്ഛനെ കൂടെ കൊല്ലണം എന്നാണ്. ഈ കേരളത്തിനകത്താണത് ഈ വാർത്തയുണ്ടായത്. എനിക്ക് അച്ഛനെ കൂടെ കൊല്ലണം എന്നാണ് അവൻ പറഞ്ഞത്. മറ്റൊരു വാർത്ത കൂടെ ഞാൻ പറയാം. നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ തൃശൂർ ജില്ലയിൽ ഇഞ്ചിക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ അച്ഛനെയും അമ്മയെയും വെട്ടിക്കൊന്നു. ഇടുക്കി ജില്ല നമ്മുടെ തൊട്ടടുത്ത ജില്ലയാണല്ലോ. ഇടുക്കി ജില്ലയിലും ഇതുപോലെ തന്നെ അമ്മയെയും ജ്യേഷ്ഠനെയും കൊന്ന് കുഴിച്ചുമൂടി പിടിയിലായത് ചെറിയ മകൻ. ഇങ്ങനെ നിരന്തരം വാർത്തകൾ നമ്മെ ഞെട്ടിക്കുന്ന ചില വാർത്തകൾ ഓരോ ദിനവും നമ്മുടെ ചെവിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യത്വം മറന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ, കാലം മുഴുവനും ജനങ്ങൾ മുഴുവനും സാങ്കേതിക വിദ്യയുടെ പിറകിൽ പോകുമ്പോൾ, ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യകളുടെയും പിറകിൽ പോകുമ്പോൾ മതം എന്ത്, മതത്തിന്റെ നിയമം എന്ത് എന്ന് മറന്നുപോയി. ഒരു ശാസ്ത്രവും ഉമ്മയോട് അല്ലെങ്കിൽ ബാപ്പയോട് സഹോദരനോട് ചെയ്യേണ്ട കടപ്പാടുകൾ പഠിപ്പിക്കുന്നില്ല. ഒരു സാങ്കേതിക വിദ്യയും അത് പഠിപ്പിക്കുന്നില്ല. അതാത് മതങ്ങളുടെ ആശയങ്ങളാണത് മനുഷ്യനെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ ശാസ്ത്രവും ഈ സാങ്കേതിക വിദ്യകളും പഠിക്കാൻ വേണ്ടി നമ്മൾ പഠിപ്പിച്ചിരിക്കേണ്ട മക്കളെ മതത്തിന്റെ ആശയങ്ങളെ പഠിപ്പിക്കാതെ പോയപ്പോഴാണ് അവൻ തോന്നിയ റൂട്ടിൽ സഞ്ചരിക്കുകയും ആ സഞ്ചാരത്തിന് പ്രയാസം സൃഷ്ടിക്കുന്നവർ ഉമ്മയാകട്ടെ ബാപ്പയാകട്ടെ സഹോദരങ്ങളാകട്ടെ ആരായാലും കയ്യിലുള്ള കത്തിക്ക് ഇരയാക്കുക എന്നുള്ളത് അവർക്കൊരു പ്രശ്നമല്ലാതെയായി മാറിയത്. മനുഷ്യരിൽ മൃഗീയത അടങ്ങിയിട്ടുണ്ട്. ആ മൃഗീയതയെ ഇല്ലായ്മ ചെയ്യുന്നത് മതങ്ങളാണ്, മതമാണ്, മതത്തിന്റെ ആശയങ്ങളാണ്. മനുഷ്യരിൽ മൃഗീയമായ സ്വഭാവങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ മൃഗീയമായ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള ശാസ്ത്രങ്ങളോ സാങ്കേതിക വിദ്യകളോ അല്ല, മറിച്ച് മതം നൽകുന്ന കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ആശയങ്ങളുമാണ്. ആ മതത്തിന്റെ ആശയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോഴാണ് ഇത്തരം വരുന്ന അപകടങ്ങളിലേക്ക് നമ്മുടെ സമുദായം എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ നോക്കൂ, നിങ്ങൾ ഒരു മൃഗത്തിന് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അധപ്പതിച്ച പ്രവർത്തനങ്ങളാണ് മനുഷ്യരിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും ഒരു വാർത്ത വായിച്ചിട്ടുണ്ടാകും. ഉമ്മയോടുള്ള കടപ്പാട് എന്ത്, തന്നെ സഹായിച്ചവരോടുള്ള കടപ്പാട് എന്ത്, ബാപ്പയോടുള്ള കടപ്പാട് എന്ത് എന്ന് വിശുദ്ധമായ ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുമ്പോഴും മതങ്ങളുടെ
നിയമങ്ങളെ ചാടിക്കടന്ന് യുക്തിവാദങ്ങളും മറ്റുള്ള വാദങ്ങളിലേക്കും ആശയങ്ങളിലേക്കും കടന്നു പോകുമ്പോഴാണ് മനുഷ്യനല്ലാതെയായി മാറുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു അനുയായി വരുന്നുണ്ട്. ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു അനുയായി വരുന്നു. അനുയായി വന്നിട്ട് ചോദിക്കുകയാണ്, യസ്തഅദിനുഹു ഫിൽ ജിഹാദ്. നബിയെ, ഞാനും അവിടുത്തെ പോരാട്ടത്തിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി ഞാൻ പങ്കാളിയാകട്ടെ. ചോദിക്കുന്ന സമയത്ത് ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അഹയ്യുൻ വാലിദാക, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ മോനെ? ഖാല നഅം, അതെ നബി, അവർ ജീവിച്ചിരിപ്പുണ്ട്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഫീഹിമാ ഫജാഹിദ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. ആ ഉമ്മയെയും ബാപ്പയെയും പരിചരിക്കുക, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നിന്റെ ഏറ്റവും വലിയ ജിഹാദ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആശയം ഒരു മതത്തിനാണ് പഠിപ്പിക്കാനാകുന്നത്. ആ മതത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ഇതെന്റെ ഉമ്മയാണ്, ഇതെന്റെ ബാപ്പയാണ്, ഇതെന്റെ ജ്യേഷ്ഠ സഹോദരനാണ്, അനുജ സഹോദരനാണ് എന്ന വേർതിരിവോടെ നമുക്ക് കാണാനാകുന്നത്. മൃഗങ്ങളെക്കാൾ അതപ്പതിക്കാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത രീതിയിലേക്ക് മനുഷ്യന്റെ നീക്കുപോക്കുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതും അറിഞ്ഞതുമായ ഒരു വാർത്ത നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ, ആ ആയത്തിന്റെ അർത്ഥം എത്രത്തോളം നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നുണ്ട് എന്ന് നമുക്ക് വായിക്കാനാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ പത്തപ്പിരിയം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആമിന എന്ന് പറയുന്ന ഒരു സഹോദരി മരണപ്പെടുകയുണ്ടായി. എന്താണ് ആ സഹോദരി ചെയ്തത്? ജീവിതകാലത്ത് അവരുടെ വീടിന്റെ മുമ്പിലൂടെ ഓടി നടക്കുന്ന ഒരു തെരുവ് പട്ടിക്ക് അവർ ഭക്ഷണം കൊടുത്തിരുന്നു. അവരെല്ലാ ദിവസവും ഭക്ഷണം കൊടുത്തിരുന്നു. ആ ആമിന ഉമ്മയെ എവിടെയോ പോയി യാത്ര കഴിഞ്ഞ് വീടിന് മുമ്പിൽ വാഹനമിറങ്ങി വീട്ടിലേക്ക് നടന്നു നീങ്ങുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് ആമിന ഉമ്മ അവിടെ വീണ് മരിക്കുകയാണ്. വീട്ടുകാരും ആ ഉമ്മ വീഴുന്നതും മരണപ്പെടുന്നതും അറിയുന്നില്ല, കാണുന്നില്ല. പക്ഷേ അവര് ഭക്ഷണം കൊടുത്തിരുന്ന ആ പട്ടി ഇവര് വീണത് കാണുമ്പോൾ അത് കുരച്ച് ശബ്ദമുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഈ പട്ടിയുടെ വെപ്രാളവും ശബ്ദവും ഓട്ടവും കണ്ട് ജനങ്ങൾ നോക്കിയപ്പോൾ ഈ ഉമ്മ വീണ് കിടക്കുന്നു. മരണപ്പെട്ട ഉമ്മയെ മയ്യത്തിന്റെ പരിപാലനങ്ങളെല്ലാം കഴിഞ്ഞ് കുടുംബക്കാരും നാട്ടുകാരും വീട്ടുകാരും മയ്യത്തെടുത്ത് പള്ളിയിലെ ഖബർസ്ഥാനിലേക്ക് പോകുമ്പോൾ അവരുടെ കൂടെ ഈ പട്ടി കൂടെ സഞ്ചരിക്കുകയാണ്. ഇതൊരു കെട്ടുകഥയല്ല, കേരളം കണ്ട അനുഭവമാണിത്. കഴിഞ്ഞ ആഴ്ചയിൽ ആ മയ്യത്തിന്റെ കൂടെ ആ പട്ടി ആ പള്ളിപ്പറമ്പിലേക്ക് ചെന്നു. കൂടെ ഉണ്ടായിരുന്നവരുടെ മയ്യത്ത് നിസ്കാരവും അവരുടെ ഖബറടക്കവും തൽഖീനും ദുആയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉറ്റവരും ഉടയവരും എല്ലാവരും പോകുമ്പോഴും ആ ഖബറിന്റെ ചാരെ ആ പട്ടി ഇങ്ങനെ വലിയ സങ്കടത്തോടെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് പോലെ ഇരിക്കുന്ന ഫോട്ടോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. വീട്ടുകാര് സിയാറത്തിനും മറ്റു ദുആകൾക്കും വേണ്ടി ആ ഖബർസ്ഥാനിൽ ചെല്ലുമ്പോഴൊക്കെ ഈ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത പട്ടി ആ ഖബറിന്റെ ചാരയുണ്ട്. ഒരു മൃഗത്തിന് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ ആ മൃഗം ഇത്രയധികം നന്ദിയും കൂറും കാണിക്കുന്നുണ്ട് എങ്കിൽ പോറ്റി വളർത്തിയ ഉമ്മയോട് ഉപ്പയോട് അത് അവർക്ക് വേണ്ട സംരക്ഷണങ്ങൾ നൽകുന്ന ജ്യേഷ്ഠ സഹോദരന്മാരോട് വേണ്ടപ്പെട്ടവരോട് എങ്ങനെയാണ് എന്റെ കടപ്പാടുകൾ തീർക്കേണ്ടത് എന്നറിയാതെ മനുഷ്യ മക്കൾ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലഹരിയിലൂടെ. ഇവിടെയാണ് മതത്തിന്റെ നിയമങ്ങളെ നമ്മോട് വിളിച്ചോതുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മോട് നേരത്തെ വാണിംഗ് നൽകിയിട്ടുണ്ട്. മനുഷ്യ, നിന്റെ ജീവിതം നീ നല്ലപോലെ ശ്രദ്ധിക്കണമെന്ന്. ഒരു മൃഗത്തിന് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ ഒരു ഉമ്മ രക്ഷപ്പെടുകയാണ്. ദുനിയാവിൽ തന്നെ ആ മൃഗത്തിന്റെ തേങ്ങൽ നമുക്ക് ലാ യഫ്ഖഹൂന ബിഹാ, നമ്മൾക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ലോകത്ത് മനസ്സിലാകാത്ത ചില ഭാഷകളും നിലവിളികളുമുണ്ട്.
മൃഗങ്ങളുടെ സംസാരങ്ങളെ നമുക്ക് മനസ്സിലാക്കാനാകുന്നില്ല. പക്ഷേ ഒരു ഉമ്മ ഭക്ഷണം കൊടുത്ത ഒരു ജീവി, ആ ജീവിയുടെ നിലവിളിയും അതിന്റെ സങ്കടവും അതിന്റെ പ്രാർത്ഥനയും ചില രൂപത്തിലൂടെയെങ്കിലും നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ എത്ര വലിയ സ്വീകാര്യതയുള്ള പ്രാർത്ഥനയായിരിക്കുമെന്ന് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ, അന്ന റജുലൻ റആ കൽബൻ യഅകുലു, ഒരു മനുഷ്യൻ അതാ അവരുടെ ഒരു നായക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അന്ന റജുലൻ റആ കൽബൻ യഅകുലു സറാ മിനൽ അത്ഷ്, വളരെയധികം ദാഹിച്ചിട്ട് നനഞ്ഞ മണ്ണ് നക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നായയെ ഒരു മനുഷ്യൻ കാണുന്നു. അദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്താണ്? അദ്ദേഹത്തിന്റെ കാലിലുണ്ടായിരുന്ന ഖുഫ എടുത്ത് അദ്ദേഹം ആ നായക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയെടുത്ത് അദ്ദേഹത്തിന്റെ കാലിൽ ധരിച്ച കുഫയിൽ എടുത്ത് അദ്ദേഹം നായക്ക് വെള്ളം കൊടുത്തു, ദാഹം തീർത്തു കൊടുത്തു. അതിന്റെ പേരിൽ ആ മൃഗത്തിന് ഒരു നേരത്തെ വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫഅദ്ഖലഹുൽ ജന്ന, ആ മനുഷ്യനെ അല്ലാഹു ദോഷങ്ങളെല്ലാം പൊറുപ്പിച്ച് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഫഖാലു, ഈ സംഭവം പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബത്തിന്റെ ചോദ്യം, യാ റസൂലല്ലാഹ് ഇന്ന ലനാ ഫിൽ ബഹാഇമി അജ്റ, അല്ലയോ നബിയേ, മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ, ഹെൽപ്പ് ചെയ്തു കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ടോ നബിയേ? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫീ കുല്ലി ദാതി കബദിൻ റത്ബത്തിൻ അജ്റുൻ, എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും നമ്മൾ വേണ്ടത് ചെയ്തു കൊടുത്താൽ അതിനെല്ലാം പ്രതിഫലമുണ്ട്. അത് ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള വഴിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോഴും നമ്മൾ മനുഷ്യനായിട്ടില്ല. മനുഷ്യനാകാൻ ഇനിയും ഒരുപാട് മാറേണ്ടതുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുകയാണ്. നമ്മുടെയൊക്കെ ഉമ്മമാരും ബാപ്പമാരും കാരണവന്മാരും ഒക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പള്ളിയുടെ പരിസരങ്ങളിൽ, ഖബർസ്ഥാനുകളിൽ അവരെല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. നമ്മുടെ ഒരു ഖുർആനെങ്കിലും, ഒരു ഫാത്തിഹ എങ്കിലും, നമ്മുടെ ഒരു സൽക്കർമ്മമെങ്കിലും അവരുടെ ഖബറിലേക്ക് അതിന്റെ മിസ്ല് സവാബ് എത്തുന്നുണ്ടോ എന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ അവർ കാത്തിരിക്കുമ്പോൾ നമ്മൾ അവരെ ഒരിക്കലും നെവർ മൈൻഡ് ആക്കി കൂടാ. അവരെ പരിഗണിക്കേണ്ടവരാണ്. വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് പള്ളിയിൽ ഇരുന്ന് കൂട്ടായ ഒരു പ്രാർത്ഥന നമ്മൾ നടത്താറുണ്ട്. ചിലതൊക്കെ ചടങ്ങുകളായി മാറുന്നുണ്ടോ എന്ന് സംശയമുള്ളത് കൊണ്ട് പറയട്ടെ, നമ്മൾക്ക് വേണ്ടി, നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടിയാണ് ജുമുഅക്ക് ശേഷം നമ്മൾ എല്ലാവരും ഇരുന്ന് ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഓതിയിട്ട് കുറഞ്ഞ സമയത്തിൽ ചെറിയൊരു ദുആ കൊണ്ട് പിരിഞ്ഞു പോകുന്നത്. ആ ഒരു ദുആയിലെങ്കിലും പങ്കെടുക്കാനും അതിൽ പങ്കെടുത്ത് അവർക്ക് വേണ്ടി ഒന്ന് ആമീൻ പറയാനും, നമ്മളെല്ലാവരും ഇരുന്നൊരു ഫാത്തിഹ ഓതിയാൽ 100 പേരിരുന്ന് ഒരൊറ്റ പ്രാവശ്യം ഫാത്തിഹ ഓതിയാൽ 100 ഫാത്തിഹയായി. അതെല്ലാവരും ഒന്നിച്ച് ഇതിന്റെ മിഥില് സവാബ് ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ ഉപ്പയിലേക്ക് എത്തിക്കണേ എന്ന് പറഞ്ഞാൽ ഉപ്പാന്റെ ഖബറിലേക്ക് 100 ഫാത്തിഹ എത്തി. ഞാൻ ഒറ്റക്ക ഫാത്തിഹയിൽ ഇരിക്കാതെ എന്റെ ഉപ്പാന്റെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് ഞാനൊരു ഫാത്തിഹ ഓതിയിട്ട് ഈ ഫാത്തിഹ എന്റെ ഉപ്പാന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഫാത്തിഹ ഉപ്പാക്ക് കിട്ടി. നമ്മൾ ഖബറിന്റെ ചാരെ ചെല്ലണം, സിയാറത്ത് ചെയ്യണം. ഇവിടെയുള്ള കൂട്ടായ ഈ ഫാത്തിഹയും പ്രാർത്ഥനയും കഴിഞ്ഞിട്ടാകണം അവിടെ പോയുള്ള സിയാറത്ത്. എന്നാൽ 100ഉം 101 ഫാത്തിഹ ഒരു വെള്ളിയാഴ്ചയിൽ നമ്മുടെ ഉപ്പയുടെ ഖബറിലേക്ക് കിട്ടി. അതല്ലാതെ ഇതിലിരിക്കാതെ ഒരുത്തൻ എഴുന്നേറ്റ് ഓടി അവിടെ പോയി ഒരു ഫാത്തിഹ ഓതിയാൽ ഒരു ഫാത്തിഹ അവന്റെ ഉപ്പാന്റെ ഖബറിലേക്ക് കിട്ടി, അവൻ മുഖേനെ. ബാക്കിയുള്ള ആളുകൾ ഓതുമ്പോൾ നമ്മളെല്ലാവർക്കും ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ നമ്മൾ പങ്കാളികളാകണം. ചില വിഷയങ്ങൾ ചടങ്ങുകൾ മാത്രമായി ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പറയാണ്. അതുകൊണ്ട് നമ്മൾ തിന്ന ചോറിനുള്ള കൂറ് നമ്മൾ കാണിക്കണം. ആമിന ഉമ്മ എന്ന് പറയുന്ന സഹോദരി ഒരു പട്ടിക്ക് ചോറ് കൊടുത്തതിന്റെ പേരിൽ അവരുടെ മരണാനന്തരവും ആ പട്ടി ഖബറിന്റെ ചാരെ ചെന്നിരിക്കുകയാണ് അതിന്റെ വിഷമമറിയിക്കാൻ. നമ്മുടെ ഉമ്മാക്ക് വേണ്ടി ഒരു വിഷമമറിയിക്കാൻ ചിലർ അന്ന് മറവ് ചെയ്തു പോയി, പിന്നെ വഴിക്ക് തിരിഞ്ഞു നോക്കാത്തവരുണ്ട്. ഹതഭാഗ്യർ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ.
നോക്കൂ നിങ്ങൾ, അവരോടൊക്കെ നമുക്ക് കടപ്പാടുകളില്ലേ? ഉമ്മയോട് കടപ്പാടില്ലേ? കൂട്ടുകാരാ, നീ വലുതായി, നിന്റെ സമ്പത്ത് വളർന്നു, നിനക്ക് വാഹനമായി, നിനക്ക് ഭാര്യയായി, നിനക്ക് മക്കളായി, നിനക്ക് 4ഉം 5ഉം കച്ചവട സ്ഥാപനങ്ങളും തിരക്കുകളുമായി, നീ 2 കാലിൽ നിവർന്ന് നടക്കുന്നതിന് മുമ്പ് നിന്റെ കാഷ്ടവും മൂത്രവും കോരിയെടുത്തത് ആരാണടാ എന്ന് നീ മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഖബറിൽ കിടക്കുന്ന ഉമ്മയെ, എത്ര വർഷമായി ഉമ്മ മരിച്ചിട്ട് എന്നറിയാത്തവര് പോലുമുണ്ട്. എവിടെയാണ് എന്റെ ഉപ്പാന്റെ ഖബർ എന്ന് വന്ന് ചോദിച്ച് പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകളോട് ഖബർ തിരഞ്ഞു നടക്കുന്നവരുണ്ട്. വളരെ വേദനയുണ്ട്. ചെയ്തു പോകരുത് കൂട്ടുകാരാ. നാളെ എനിക്കും നിനക്കും നമുക്കെല്ലാവർക്കും എവിടെയാണ് ചെന്ന് കിടക്കേണ്ടതെന്ന് ആർക്കും നിശ്ചയമില്ല. എന്നാൽ എന്റെ വാപ്പയെ, എന്റെ ഉമ്മയെ, എന്നെ ഞാനാക്കാൻ വേണ്ടി അധ്വാനിച്ചവരെ അവര് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരില്ല. എന്താണെടാ എന്നെ നീ സിയാറത്ത് ചെയ്യാത്തെന്ന് അവർ ചോദിക്കുന്നില്ല. പക്ഷേ ഒരു മൃഗം കാണിക്കുന്ന കൂറെങ്കിലും നമ്മൾ അവരോട് കാണിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അല്ലാഹു തആല നമുക്ക് നല്ല മനസ്സും അവരോടൊക്കെ നല്ല കൂറുമുള്ള മനസ്സ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു ആയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. അല്ലാഹു തആല സൂറത്തുൽ അഅറാഫിന്റെ 179ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ജിന്നുകളിൽ നിന്നും അതുപോലെ മനുഷ്യരിൽ നിന്നും ഒരു വിഭാഗം ആളുകൾക്ക് നരകത്തെ റിസർവേഷൻ ചെയ്തിട്ടുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയങ്ങളെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആ ഹൃദയങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ടതിന് അവർ ചിന്തിക്കുന്നില്ല. വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷെ അവർ കാണേണ്ടതിനല്ല പലപ്പോഴും കാണുന്നത്. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് കാതുകളെ കേൾക്കാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവർ കേൾക്കേണ്ടതിന് കേൾക്കുന്നില്ല. എന്നിട്ട് അല്ലാഹു പറയാണ്, ഉലൈക കൽ അൻആം. അവര് മൃഗങ്ങളെ പോലെയാണ്. അത്തരം ആളുകൾ മൃഗങ്ങളെ പോലെയാണ്. ഖുർആൻ അവിടെ നിർത്തിയില്ല. മൃഗങ്ങളെ പോലെയാണെന്ന് പറഞ്ഞ് പഠിച്ചവൻ ആയത്ത് നിർത്തിയില്ല. വീണ്ടും പറയുകയാണ്, അത്തരക്കാരോടുള്ള രോഷം തീരാത്തതിന്റെ പേരിൽ ഒന്നുകൂടെ ചേർത്ത് പറയുന്നു, മൃഗങ്ങളെ പോലെയാണ് എന്നല്ല, അതിനേക്കാൾ അതപ്പതിച്ചു പോയവരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവരെപ്പോഴും ഗഫലാന്മാരാണ്, അശ്രദ്ധവാന്മാരിൽ പെട്ടവരാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അത്തരം ഖുർആൻ വിശേഷിപ്പിച്ച നരകത്തിന്റെ അഹലുകാരിൽ, നരകത്തിൽ സീറ്റ് റിസർവേഷൻ നടത്തിയ വിഭാഗത്തിൽ നമ്മൾ പെടാതിരിക്കണം. അതുകൊണ്ട് അതിന് അല്ലാഹു തന്ന കണ്ണുകളെ കൊണ്ട് കാണേണ്ടത് നമ്മൾ കാണണം. അല്ലാഹു തന്ന കാതുകൊണ്ട് കേൾക്കേണ്ടതിന് നമ്മൾ കേൾക്കണം. അല്ലാഹു തന്ന ഹൃദയത്തെ കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതിന് ചിന്തിക്കണം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഖൈറായത് ചെയ്യാനും ഖൈറായത് പറയാനുമുള്ള തൗഫീഖ് നീ ഏറ്റി നൽകണേ റഹ്മാൻ.